സി കൃഷ്ണകുമാറിനൊപ്പം ഇപ്പോൾ VS രഞ്ജിത്തുണ്ട്. രഞ്ജിത്ത് നിൽക്കുന്ന ബൂത്തിലേക്ക് സി കൃഷ്ണകുമാർ എത്തിയിരിക്കുന്നു. ഒരുവിധം വോട്ടർമാരെയൊക്കെ നേരിട്ട് അറിയാമെന്നുള്ളൊരു ഒരു മേൽക്കൈ കൂടി ആ കാര്യത്തിൽ സി കൃഷ്ണകുമാറിനുണ്ട്. എന്താണ് അവിടെ നിന്ന് കാണാനാകുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രതികരണവുമാരായ സ്മൃതി, അദ്ദേഹം മൂത്താന്തറയിൽ 56ാമത്തെ പോളിംഗ് ബൂത്തിലേക്ക് കയറിയിരിക്കുന്നു. മൂത്താന്തറയൊക്കെ സ്വാഭാവികമായിട്ടും BJP സംബന്ധിച്ച് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലുള്ള ഒരു ബൂത്തും വാർഡും ഒക്കെയാണ്. 18ാം വാർഡാണ്. 18ാം വാർഡിൽ 5 ബൂത്തുകളും BJP വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന വാർഡുകളാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റിയിലെ പല വാർഡുകളും BJPക്ക് സമാനമായ സാഹചര്യമാണ്. നമ്മൾ കുറച്ച് ദിവസമായി മൂത്താന്തറയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. മൂത്താന്തറയിൽ ഇന്നലെയൊക്കെ CPMൻ്റെ വലിയ ആരോപണം മൂത്താന്തറയിൽ കള്ളവോട്ട് ഏജന്റുമാർ ഒരു പരിശോധനയ്ക്ക് വേണ്ടി നേരത്തെ സരിൻ മാത്രമാണ് ഇങ്ങോട്ട് എത്തിയത്. ഇപ്പോൾ രണ്ടാമത്തെ സ്ഥാനാർത്ഥി BJP സ്ഥാനാർത്ഥി കൂടി എത്തുന്നു. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയാൽ 3 സ്ഥാനാർത്ഥികളുമായി. ഏറ്റവും ആദ്യം എത്തിയത് സരിനാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. CPMന് ഏറ്റവും കുറഞ്ഞ വോട്ടുള്ളൊരു ബൂത്തായിരുന്നിട്ട് കൂടി സരിൻ രാവിലെ തന്നെ മുത്താന്തറയിലെത്തി പരിശോധന പൂർത്തിയാക്കി പോയി. ഇപ്പോൾ സി കൃഷ്ണകുമാറും എത്തുന്നു. അല്പസമയത്തിനകം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലും എത്തിയേക്കാം. കാരണം ഇത്തവണ UDFും ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സി കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് അവർ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് അവർക്ക് എക്സ്ട്രാ വോട്ടുകൾ, അധിക വോട്ടുകൾ കിട്ടേണ്ടത് പഞ്ചായത്തുകളിൽ നിന്നാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അവർ പരമാവധി വോട്ടുകൾ സമാഹരിച്ചു എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ തവണത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത്തവണ കഴിഞ്ഞ തവണ പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുള്ള BJPയുടെ സ്വന്തം വോട്ടുകൾ അത് കൃത്യമായി പോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെ ബൂത്തിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. 2 ബൂത്തുകൾ കൂടിയുണ്ട്. അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുമായിരിക്കും. ശരി, നമുക്ക് ഏതായാലും പോളിംഗ് ശതമാനം ഉയരുന്നതിൻ്റെ കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത്. 53% കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇനി പടിപടിയായി ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്. പാലക്കാട്ടിലെ സ്വഭാവം അനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം ഉയരുന്നു എന്നുള്ള